ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ ചിക്കൻ്റെ ലിവർ കിട്ടി കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി വാര വെച്ചിട്ട് ഞാനതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി തിരുമ്പി വെച്ചു. എന്നിട്ട് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്യണം. കാരണം അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടാവും, പിന്നെ അത് പൊടിഞ്ഞു പോവില്ല. അപ്പോൾ ഇതിങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് അതിൽ പട്ടയും ഗ്രാമ്പും പിന്നെ 2 ഏലക്കായും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടി വന്നപ്പോൾ സവാള ഇട്ടു, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഇതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. അപ്പം നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മളുടെ റോസ്റ്റ് ആവണുണ്ട്. അപ്പോൾ ഇന്നത് വഴണ്ട് വന്നപ്പോൾ ഞാനൊരു ചെറിയ തക്കാളി ഒന്നെടുത്ത് അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായി അരിഞ്ഞ് ചേർത്തു. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും മണവും ഗുണമൊക്കെ ഉണ്ട് ഇതിന് കേട്ടോ. പിന്നെ ഞാൻ ഇത് ഇങ്ങനെ വഴണ്ട് വന്നപ്പോൾ മസാല ചേർത്തു. മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് കറി മസാല, അതായത് ചിക്കൻ മസാല ചേർത്തു കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വഴണ്ട് വരണം. നല്ലൊരു മണവും വരേണ്ടത്. മൂത്ത് വന്നാൽ ഞാൻ വെള്ളം കുറച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മൂത്ത മണം വരണ്ടിട്ട് ഈ ചൂടാക്കി വെച്ച വെള്ളം കുറച്ച് ഒഴിച്ചാൽ അതിൽ കിടന്നതിൽ മസാല വെന്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെ മൂത്ത് വരുന്നത് നല്ല മണവും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊഴിച്ചിട്ട് നല്ലോണം അതിൽ കിടന്നൊന്ന് പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, കൂടാതെ ഇതിൽ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തു. കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി, എന്നിട്ട് നമ്മളിതിലേക്ക് ചിക്കൻ റോസ്റ്റ് ചെയ്ത ആ ചിക്കൻ ഇതിൽ ചേർത്തു കേട്ടോ. അതിൽ മാങ്ങ എന്നൊക്കെ പറയും ഞങ്ങളിവിടെ, ആ സാധനമുണ്ട്. പിന്നെ ഈ ലിവറുണ്ട് കേട്ടോ. രണ്ടും കൂടി ചേർത്ത് നല്ല മണം വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ കുറച്ച് കുരുമുളക് പൊടിയാണ്, 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടു കേട്ടോ. അപ്പോൾ അതിന് കാണാൻ നല്ല ഭംഗിയില്ലേ, അതേപോലെ തന്നെ അത് കഴിക്കാനും കേട്ടോ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ കുറച്ച് നെയ്ച്ചോറും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നെയ്ച്ചോറ് ഇതിൽ കാണിക്കാൻ പറ്റിയില്ല ഉണ്ടാക്കണത്. കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് മൂടി വെച്ചു. അപ്പോൾ നെയ്ച്ചോറിൽ മോന് നല്ല ഇഷ്ടമാണ് നെയ്ച്ചോറും ഈ ചിക്കൻ്റെ ഈ ലിവറും ഇത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പം അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നീട്ടി വലിച്ച് കൊണ്ടുപോകണില്ല കേട്ടോ, വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അങ്ങനത്തെ ആ ലിവറും ആ കറി റോസ്റ്റ് റെഡിയായി. പിന്നെ നെയ്ച്ചോറ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യണം, ഷെയർ ചെയ്യണേ.